ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത. രാവിലെ തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ 13കാരി വിമാനം കയറി ഡൽഹിയിലെത്തി എന്നുള്ള വാർത്തയാണ്. ഡൽഹിയിൽ തടഞ്ഞുവെച്ച പെൺകുട്ടിയെ തിരികെ എത്തിക്കാൻ ഇപ്പോൾ വിഴിഞ്ഞം പോലീസ് ഡൽഹിയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞം മുക്കോല താമസിക്കുന്ന പശ്ചിമ ബംഗാൾ സ്വദേശികളുടെ മകളാണ് ഒറ്റയ്ക്ക് വിമാനം കയറി ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. രാവിലെ 7 മണി മുതൽ കുഞ്ഞിനെ കാണാനില്ല എന്ന് കാണിച്ച് ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. അലക്സ് മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, ഇതെങ്ങനെ ഈ കുട്ടി വിമാനം കയറി ഡൽഹിയിൽ എത്തി എന്നതാണല്ലോ ചോദ്യം. ഈ ടിക്കറ്റൊക്കെ എങ്ങനെയെങ്കിൽ നേരത്തെ എടുത്തിരിക്കണമല്ലോ. അപ്പോൾ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? എന്തൊക്കെയാണ് അലക്സ് വിവരങ്ങൾ? ഉന്മേഷ്, അതാണ് നിലവിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. കുട്ടിക്ക് എങ്ങനെ വിമാന ടിക്കറ്റ് കിട്ടി എന്നുള്ളതിനെ സംബന്ധിച്ചാണ് വിഴിഞ്ഞം പോലീസ് അന്വേഷിക്കുന്നത്. ഇതിന്ന് രാവിലെയാണ് ഈ സംഭവം. രാവിലെ മുതലാണ് വിഴിഞ്ഞം മുക്കോല സ്വദേശികളായ പശ്ചിമബംഗാൾ സ്വദേശികളുടെ മകളെ 13 വയസ്സുകാരിയെ കാണാതാകുന്നത്. തുടർന്ന് ഇവർ വിഴിഞ്ഞം പോലീസിൽ പരാതി നൽകി. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടി കയറി എന്ന് കരുതപ്പെടുന്ന ഓട്ടോ ഡ്രൈവറുടെ മൊഴി. ഓട്ടോ ഡ്രൈവറെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം, ഓട്ടോ ഡ്രൈവർ നൽകിയ വിവരമാണ് കുട്ടി എയർപോർട്ടിൽ ഇറങ്ങി എന്ന വിവരം. അവിടെ നിന്ന് ലഭിച്ച മറ്റു വിവരങ്ങൾ ശേഖരിക്കുന്നതിനിടെയാണ് ഇവർക്ക് മനസ്സിലായത് കുട്ടി തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് വിമാനം കയറി എന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. രാവിലെ 7 മുതലാണ് കുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കൾ വിഴിഞ്ഞം പോലീസിൽ പരാതി നൽകിയത്. ഈ ഓട്ടോ ഡ്രൈവറെ കണ്ടെത്തിയത് പോലീസിന് കണ്ടെത്താനായത് നിർണായകമായി. ഇയാൾ പറഞ്ഞതിനനുസരിച്ച് എയർപോർട്ടുമായി ബന്ധപ്പെട്ടപ്പോഴാണ് കുട്ടി ഡൽഹിയിലേക്ക് വിമാനം കയറിയതായി വിവരം ലഭിച്ചത്. ഇതിനെ തുടർന്ന് ഡൽഹി എയർപോർട്ട് സുരക്ഷാ സേനയുമായി സിറ്റി പോലീസ് കമ്മീഷണർ വിവരം കൈമാറി. ഉച്ചയ്ക്ക് 1 വിമാനം ഇറങ്ങിയുടൻ, അതായത് കുട്ടി ഡൽഹിയിൽ ഉച്ചയ്ക്ക് 1 മണിയോടെ വിമാനം ഇറങ്ങി. കുട്ടി അപ്പോൾ തന്നെ ഡൽഹി വിമാനത്താവളത്തിൽ തടഞ്ഞു വെക്കുകയായിരുന്നു. വിഴിഞ്ഞം പോലീസും കുട്ടിയെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഡൽഹിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നാളെ ഈ കുട്ടിയെ തിരിച്ച് വിഴിഞ്ഞത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ 13 വയസ്സുകാരിക്ക് ഈ വിമാന ടിക്കറ്റ് എങ്ങനെ കിട്ടി എന്നുള്ളത് സംബന്ധിച്ചാണ്. വിമാനം കയറാൻ ഈ കുട്ടിയെ പ്രേരിപ്പിച്ചത് എന്താണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വഴി ഏതായാലും അടുത്ത ബുള്ളറ്റിൻ നമ്മൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തും. അലക്സ് മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.